ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമില്ല, ഒരു ചെറിയൊരു വീഡിയോ ആണ്. ബൈക്ക് എങ്ങനെ വാഷ് ചെയ്യണമെന്നാണ് നമ്മളിന്ന് കാണിക്കാൻ പോണത്. ഒരു കിടിലൻ സാധനമുണ്ട്. ഇതാണ് മെഷീൻ. ഈ മെഷീൻ വെച്ചാണ് നമ്മളിന്ന് ബൈക്ക് വാഷ് ചെയ്യാൻ പോണത് കേട്ടോ. ഇതിനു വേണ്ടി യൂസ് ചെയ്യണതാണ് ഈ ഗണ്ണ്, പ്രഷർ ഗണ്ണാണ്. പിന്നെ ഇത് വന്നിട്ട് ഇതിൽ വെള്ളം ഫില്ല് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ബൈക്ക് വന്നിട്ട് വാഷ് ചെയ്യാൻ പറ്റും. അപ്പം വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ഇന്ന് ബൈക്ക് സർവീസ് ഒക്കെ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഞാൻ മാത്രമേ. യെസ്, അതൊന്നും പോവില്ല. നമ്മൾ ജസ്റ്റ് കേട്ടാ അതൊക്കെ ഫോക്കസ് ചെയ്ത് കാണിച്ചു വിടറേ. കേട്ടാ അളുക്കെന്ന് വെച്ചാൽ ഹെവി അളുക്കാണ് കേട്ടാ. ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു ദിവസം ഫ്രീ ആയതുകൊണ്ടാണ് നമ്മളിത് ബൈക്ക് വാഷ് ചെയ്യണത്. നല്ല ക്ലീൻ ആക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഭയങ്കര പണിയാണ്. അടിയിലൊക്കെ ഒരുപാട് ചെളിയൊക്കെ ഉണ്ട്. അങ്ങനെ ആശാനെ കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വാട്ടർ വാഷ് കഴിഞ്ഞ് ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷാമ്പു വാഷാണ്. ഇതിനുള്ള ഒരു ഷാമ്പു വാഷാണ് ഇനി നമ്മൾ കാണിക്കാൻ പോണത്. ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ഇതാണ് ഷാമ്പു കേട്ടോ. ഇത് വന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ഗ്ലൗസാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. വാഷിൻ്റെ എങ്ങനെ ഫോം യൂസ് ചെയ്യണമെന്നാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഇതാണ് ഇതിൽ വരുന്ന ഒരു കിറ്റാണ്. ഇതിനെ ഓപ്പൺ ചെയ്തിട്ട് നമുക്കിതിൽ ഒരു 100 ml മതിയാ. കൂടുതൽ വേണ്ട, ഇത്രയും മതി. കാണുന്നുണ്ടോ? ഇതേപോലെ 100 ml എടുത്തിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ വാട്ടർ വാഷാണ്. വെള്ളത്തിലിങ്ങനെ മാക്സിമം ഇതുവരെ വെള്ളം വരണം. വെള്ളം ഒരിക്കലും ഹൈ പവറിൽ ചെയ്യരുത്, എന്നാൽ പത തന്നെ കൂടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ വന്നിട്ട് ഇതിനെ കണക്ട് ചെയ്യണം. ഈ മെഷീനിലുള്ള ഈ ഗണ്ണിനെ റിമൂവ് ചെയ്യണം. ഇതിനെ റിമൂവ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് കണക്ട് ചെയ്താൽ മതിയേ. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ബൈക്കിൽ എങ്ങനെ ഫോമിങ് ചെയ്യുമെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഫോമിങ് കേട്ടോ. ഈ ഫോമിങ് ചെയ്തുകൊണ്ടിരുന്നപ്പം അവിടെ എൻ്റെ അനിയത്തിമാർ അവിടെ സെൽഫി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കും. റോട്ടിൽ നോക്കി 2 എണ്ണം ജോലിയും കൂലിയും ഇല്ലാതെ സെൽഫി ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ വീഡിയോയിലിട്ട് കിടക്കാം. ഇതാണ് ഫോമിങ്. പറയണത് കണ്ട. അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ ഫോമിങ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ വീണ്ടും എളുപ്പത്തിൽ വാഷ് ചെയ്തെടുക്കാം. അപ്പം ഇതാണ് ഇന്നത്തെ ഫോമിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണതാണ് ഒരു 5 മിനിറ്റ് ഇതിനെ നമ്മൾ ഡ്രൈ ചെയ്യാൻ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് വീണ്ടും വാട്ടർ വാഷ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. ഈ ഗ്ലൗസ് നേരത്തെ ഞാൻ കാണിച്ചു തന്നായിരുന്നില്ലേ, ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇപ്പോൾ നമ്മൾ ഫോമിങ് ചെയ്തില്ലേ, ഈ ഫോമിങ് ചെയ്ത ഇടത്തിൽ നമ്മൾ വന്നിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾ നീറ്റായിട്ട് വാഷ് ചെയ്തെടുക്കുക. അപ്പം വണ്ടി കുറച്ചുകൂടെ ഷൈനിങ് ആയിരിക്കും. ഉണ്ടോ അതിലിരിക്കുന്ന അളുക്കുകളൊക്കെ പോകണമെന്നുണ്ടോ? കാണുന്നതെന്ന് അറിയില്ല. ക്യാമറമാൻ അങ്ങനത്തെ ഒരു ക്യാമറമാനാണ്. ഇനി നമ്മൾ ഈ വണ്ടി വാങ്ങിച്ചിട്ട് കാര്യമല്ല കേട്ടോ. വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. പൈസ തീരെ തന്നെ ചെയ്യും. പൈസ നോക്കിയിട്ട് കാര്യമില്ല.
ഒരു 2 ലക്ഷം രൂപ വണ്ടി എടുക്കുമ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ കൂടെ വാങ്ങിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വണ്ടി എടുത്തിട്ട് കാര്യമില്ല. വെറുതെ വണ്ടി എടുത്തിട്ട് ആ വണ്ടീൻ്റെ പേര് കളയാതെ വണ്ടീനെയും പൊന്നു പോലെ നോക്കണം. കാരണം നമ്മൾ അത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ വയ്ക്കുന്നത് ആ വണ്ടിയാണ്. കണ്ട ഇത്രയ്ക്കും ക്ലീൻ ചെയ്യുമ്പം ആ വണ്ടി എന്തൊരു ഭംഗിയിലാവണം നോക്കി. പിന്നെ ഇത് ഒരുപാട് ദിവസം കൊണ്ട് ആലോചിച്ച ഒരു കാര്യമാണ്. സർവീസ് ചെയ്യണതൊന്ന് വാട്ടർ സർവീസ് ചെയ്യണതൊന്ന് വീഡിയോ ആയിട്ട് എടുത്ത് ഇടാമെന്ന്. പിന്നെ ഇത്രയും ദിവസം നടന്നില്ല. ഇന്ന് കുഴപ്പമില്ല, ഇന്ന് നടന്ന്. അപ്പം ഇതാണ് ക്ലീനിങ് പ്രോസസ്സിങ്. ഓക്കെ, ഇപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് വീണ്ടും പഴയതുപോലെ വെള്ളം വെച്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഇനി വന്നിട്ട് വാട്ടർ വാഷാണ് ഫൈനൽ ടച്ച്. ഈ ഫൈനൽ ടച്ച് കഴിയുമ്പം അതിൻ്റെ ഒരു ലുക്ക് കാണണം കേട്ടോ. ഒരു രക്ഷമില്ലാതെ ഇരിക്കും. പുതിയ വണ്ടി നമ്മളിപ്പോൾ ഷോറൂമിൽ ഇറക്കണ പോലെ ഇരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രോസസ്സിങ്. കണ്ടോ, വണ്ടി കഴുകാൻ കുറച്ച് സമയം എടുക്കും. നല്ല രീതിയിൽ കഴുകണമെങ്കിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പം അങ്ങനെ ഇന്ന് വാട്ടർ വാഷ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെയിൻ ഒന്ന് ക്ലീൻ ചെയ്യണം. അതിനുവേണ്ടി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതാണ് അതിൻ്റെ ഷെൽഫ് വരുന്നത്. എൻജിൻ സൗണ്ട് ഓഫായ ഉടനെ നമ്മൾ ഓൺ ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഓൺ ചെയ്ത് വെച്ചിട്ട് ഈ സെക്കൻഡ് ഗിയറിൽ നമ്മൾ ക്ലച്ച് പിടിച്ചിട്ട് സെക്കൻഡ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക് ഇങ്ങനെ കറങ്ങും. അതാകുമ്പോൾ നമുക്ക് ചെയിൻ വാഷ് ചെയ്യാൻ എളുപ്പമാണ്. ഇങ്ങനെ വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അതിലിരിക്കുന്ന എല്ലാ വേസ്റ്റും പോവും. അപ്പം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വണ്ടീനെ ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ വിട്ടിരുന്നാൽ മതി. പിന്നെ വന്നിട്ട് നമ്മൾ ഈ തുണി വെച്ച് ഒന്നും ഇതിനെ ക്ലീൻ ചെയ്യാൻ പോകരുത്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്ക്രാച്ചും ഇതൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്യേണ്ട. അത് ഓട്ടോമാറ്റിക് അത് തന്നെ ഡ്രൈ ആയുള്ളൂ. നല്ലൊരു വെയിലിൽ കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ ഡ്രൈ ആവും. അപ്പോൾ വണ്ടി കാണാനായിട്ട് നല്ല ഒരു ഫിനിഷിങ് കിട്ടും. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം അടുത്ത വീഡിയോയിലോട്ട് കാണുന്നവരെ ഡ്രീം വാലിയോ.